ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 സോഷ്യൽ സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇമാജിൻ യു ആർ ആൻ ആർക്കിയോളജിസ്റ്റ് ഹു ജസ്റ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ടൈം ക്യാപ്സ്യൂൾ ബuried during the Bronze Age. Inside it are 5 objects that tells us about the people's life. The following table shows the item. Write the civilization that belongs to each item. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഈ ഐറ്റം ഏതൊക്കെ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയണം. ക്ലേ ടാബ്ലറ്റ് വിത്ത് ക്യൂണിഫോം റൈറ്റിംഗ്, അത് മെസപ്പൊട്ടേമിയൻ ആണ്. പോട്ടറി ആൻഡ് സിൽക്ക് ചൈനീസ് ആണ്. ഗോൾഡ് ഓർണമെൻറ്റ്സ് ഈജിപ്ഷ്യൻ ആണ്. ബ്രോൺസ് സ്റ്റാച്ചു ഹാരപ്പൻ ആണ്. കോമൺ ഫീച്ചേഴ്സ് ഓഫ് മെസപ്പൊട്ടേമിയൻ, ഈജിപ്ഷ്യൻ ആൻഡ് ഹാരപ്പൻ സിവിലൈസേഷൻ. കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൾ 3 സിവിലൈസേഷൻസ് വേർ ദ ബാങ്ക്സ് ഓഫ് റിവർ. മെസപ്പൊട്ടേമിയ യൂഫ്രട്ടിസ് ടിഗ്രിസ് ആണ്. ഈജിപ്ഷ്യൻ നൈൽ, ഹാരപ്പൻ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഓൾ ഡെവലപ്ഡ് ഫെർട്ടൈൽ റിവർ വാലീസ്. 3 സിവിലൈസേഷനും ഫലപുഷ്ടമായ റിവർ വാലിയിലുള്ള സിവിലൈസേഷൻസ് ആയിരുന്നു. ഓൾ പ്രാക്ടീസ് ഇറിഗേഷൻ, ഫാമിംഗ് ആൻഡ് ഗ്രൂ സർപ്ലസ് ക്രോപ്സ്. ധാരാളം അഗ്രികൾച്ചർ ആയിരുന്നു അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ. പിന്നെ ഇറിഗേഷൻ ഉണ്ടായിരുന്നു, ജലസേചനം, ഫാമിങ്ങും ഉണ്ടായിരുന്നു. ഓൾ ഹാഡ് ഓർഗനൈസ്ഡ് സെറ്റിൽമെൻറ്റ്സ് വിത്ത് പ്ലാൻഡ് ലേഔട്ട്. 3 സിവിലൈസേഷനും പ്ലാൻഡ് ആയിട്ടുള്ള ലേഔട്ടുകൾ ഉണ്ടായിരുന്നു. താമസിക്കാനുള്ള സ്ഥലങ്ങൾ, വില്ലേജുകൾ, ടൗൺഷിപ്പ് എല്ലാം പ്ലാൻഡ് ആയിട്ടുള്ള ടൗൺഷിപ്പ് ഉണ്ടായിരുന്നു. മോണുമെൻറ്റ്സ്, ഡ്യൂറബിൾ സ്ട്രക്ചേഴ്സ് ഫോർ റിലീജിയൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ്. അതായത് 3 സിവിലൈസേഷൻ നോക്കിയാലും അവിടെ റിമൈൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഗ്രേറ്റ് ബാഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പോണ്ടിൻ്റെ ഒരു റിമൈൻസ് ഹാരപ്പനിൽ കിട്ടിയായിരുന്നു. ഈജിപ്ഷ്യനിൽ ഇപ്പോഴും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന പിരമിഡ്സ് ഉണ്ട്. മെസപ്പൊട്ടാമിയനിലും അതുപോലെ തന്നെ ടെമ്പിളിൻ്റെ അവശിഷ്ടങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആറ്റ് ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് നെറ്റ്വർക്ക്സ്. ഈ 3 സിവിലൈസേഷൻസിനും ലോങ് ഡിസ്റ്റൻസ് ട്രേഡിങ് നെറ്റ്വർക്ക്സ് ഉണ്ടായിരുന്നു. ഓൾ ഡെവലപ്ഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻസ്. 3 സിവിലൈസേഷനും എന്തുണ്ട്, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഹാരപ്പൻസ് സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് എഴുതുന്നുണ്ടായിരുന്നു. അവർക്ക് സീലുകൾ ഉണ്ടായിരുന്നു. ഹെറാർക്കിക്കൽ സൊസൈറ്റി വിത്ത് ഡിവിഷൻസ് ഓഫ് ലേബർ. ജോലിയുടെ അടിസ്ഥാനത്തിലൊരു ഹെറാർക്കി ഉണ്ടായിരുന്നു. അതായത് ഹൈറാർക്കി, രാജാവ്, അത് കഴിഞ്ഞും പ്രീസ്റ്റ്, മെർച്ചൻസ്, ഫാമേഴ്സ്, അങ്ങനെ 3 സിവിലൈസേഷനിലും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. തൊഴിൽ അനുസരിച്ചിട്ടുള്ളൊരു തിരിവുണ്ടായിരുന്നു. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇത് ചോദിച്ചിരിക്കുന്നത് ഫ്രം ഗ്ലോബ് ടു മാപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. ദ ലൈൻ ഡിവൈഡിങ് ദ എർത്ത് ഇൻ ടു ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ ഇസ് കോൾഡ് ദ ഡാഷ്. പ്രൈം മെറിഡിയൻ ആണ് ആൻസർ, അത് കൊടുത്തിട്ടുണ്ട്. ദ 0° ലാറ്റിറ്റ്യൂഡ് ഈസ് ഓൾസോ നോൺ ആസ് ദി ഇക്വേറ്റർ, അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. ദ ടൈപ്പ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻ യൂസ്ഡ് ഫോർ ഡ്രോയിങ് പോളാർ റീജിയൻ ഈസ് ഡാഷ് പ്രൊജക്ഷൻ, സെനത്തിയൽ പ്രൊജക്ഷൻ ആണ്. ദ ലൈൻ അറ്റ് 180° ലോഞ്ചിറ്റ്യൂഡ് ഈസ് കോൾഡ് ദ ഡാഷ് ലൈൻ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണത്. നെക്സ്റ്റ് മാച്ചിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇക്വേറ്റർ സെൻറ്റർ ഓഫ് എർത്ത് ആണ് ഇക്വേറ്ററിൻ്റെ മാച്ചിങ് വരുന്നത്. 90° സൗത്ത് ലാറ്റിറ്റ്യൂഡ്, അത് സൗത്ത് പോൾ ആയിരിക്കും വരിക. 0° ലോങ്ജിറ്റ്യൂഡ്, അത് പ്രൈം മെറിഡിയൻ ആണ്. 90° നോർത്ത് ലാറ്റിറ്റ്യൂഡ് നോർത്ത് പോൾ ആണ്. 23 1/2 നോർത്ത് ലാറ്റിറ്റ്യൂഡ്, അത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. 66 1/2 സൗത്ത് ലാറ്റിറ്റ്യൂഡ്, അത് അന്റാർട്ടിക് സർക്കിളാണ്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ്സിനെയും ലോഞ്ചിറ്റ്യൂഡിനെയും കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതാനുണ്ട്. ചെക്ക് ദ മാപ്പ് ആൻഡ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. മാപ്പ് ചെക്ക് ചെയ്യുക, എന്നിട്ട് ആൻസർ ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ. രമേശ് വാണ്ട് ടു ട്രാവൽ ഫ്രം ഇന്ത്യ ടു ബ്രസീൽ. ഇൻ വിച്ച് ഹെമിസ്ഫിയർ വിൽ ഹി ട്രാവൽ? രമേശിന് ഇന്ത്യയിൽ നിന്ന് ബ്രസീലിലേക്ക് ട്രാവൽ ചെയ്യണം. ഏത് ഹെമിസ്ഫിയറിലായിരിക്കും ട്രാവൽ ചെയ്യുക? നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് സദേൺ ഹെമിസ്ഫിയറിലേക്കായിരിക്കും ട്രാവൽ ചെയ്യുക. ഇനി നെക്സ്റ്റ്, വിച്ച് മെയിൻ ലോങ്ജിറ്റ്യൂഡ് വിൽ ഹി ക്രോസ്? അദ്ദേഹം ഏത് ലോങ്ജിറ്റ്യൂഡ് ആയിരിക്കും ക്രോസ് ചെയ്യുക? ലോങ്ജിറ്റ്യൂഡ് പ്രൈം മെറിഡിയനാണ് ക്രോസ് ചെയ്യുക. വിച്ച് മെയിൻ ലാറ്റിറ്റ്യൂഡ് പാസസ് ത്രൂ ഓസ്ട്രേലിയ? ഓസ്ട്രേലിയയിൽ കൂടി പാസ് ചെയ്യുന്ന ലാറ്റിറ്റ്യൂഡ് ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. മേ ബി ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത്. റൈറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻ ഉണ്ട്. ഇതിൻ്റെ കോൺസെപ്റ്റ് മാപ്പ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തതിനകത്ത്. ബാക്കിയുള്ള സെക്കൻഡ് ചാപ്റ്ററിൻ്റെയും തേർഡ് ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.